സുജിത്ത് റുവാണ്ടയിൽ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ഞാൻ ആഫ്രിക്ക അങ്ങനെ അതെ, അത് ഒരിക്കൽ പോകണം. ഇപ്പോൾ ലോകത്ത് തന്നെ ക്ലീനസ്റ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. പക്ഷേ 1994 വലിയൊരു ജനസൈഡ് നടന്ന സ്ഥലമാണ്. ഒരു 100 ദിവസത്തിനകം 8 ലക്ഷം ആളുകളെ പരസ്പരം വെട്ടി, പരസ്പരമല്ല, പ്രത്യേകിച്ചും ഹുട്ടു എന്ന് പറയുന്ന ആളുകൾ ടുട്സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് വെട്ടിക്കൊന്നു. കംബോഡിയയിലൊക്കെ നടന്ന പോലെ മെജോറിറ്റി ആളുകൾ ഈ ടുട്സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയായിരുന്നു. അതുപോലെ ഒരു ജനസൈഡ് നടന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ യാതൊരു എവിഡൻസും ഇല്ലാന്ന് മാത്രമല്ല, ദ കൺട്രി ഹാസ് ട്രമെൻഡസ്ലി പ്രോസ്പേർഡ് ആൻഡ് ഓൾമോസ്റ്റ് എനി ഇൻഡിക്കേറ്റർ ദേ ആർ ഡൂയിങ് വെരി വെൽ. 70% ഓഫ് ദ പാർലമെന്റേറിയൻസ് ആർ വിമൻ, എവരിവൺ ഇസ് ഗോയിങ് ടു സ്കൂൾ, ഇറ്റ്സ് എ ഗ്രീൻ എക്കോണമി, പ്ലാസ്റ്റിക് വാസ് ബാൻ ഫസ്റ്റ് ടൈം, എറ്റ്സെട്ര. അങ്ങനെ പലതരത്തിലുള്ള ഒരു പോസിറ്റീവ് ഫീച്ചേഴ്സ് ഉള്ളൊരു രാജ്യമാണ്. പക്ഷേ ആ ജനസൈഡിൻ്റെ ഒരു ഹിസ്റ്ററി, ആ ബാക്ക്ഗ്രൗണ്ടും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ജനസൈഡ് മ്യൂസിയം ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടുള്ളതിൽ ഏറ്റവും എനിക്ക് ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ജനസൈഡ് മ്യൂസിയം ആണ്. അപ്പോൾ ജനസൈഡ് മ്യൂസിയത്തിൽ എങ്ങനെയാണ് ആ ജനസൈഡ് ഉണ്ടായത്, അതിൻ്റെ മുഴുവൻ ഹിസ്റ്ററി അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ജനസൈഡ് മ്യൂസിയം കണ്ടിട്ടുള്ളത് ഒന്ന് കംബോഡിയയിലെ ജനസൈഡ് മ്യൂസിയം പോയിട്ടുണ്ട്, പിന്നെ നാൻജിങ് മാസക്കറിൻ്റെ സ്ഥലത്ത് പോയിട്ടുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ജർമ്മനിയിലെ ഓഷ്വിറ്റ്സും മറ്റേ സംഭവങ്ങളും. അപ്പോൾ സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ചൈനയിലെ നാൻജിങ് കൂട്ടക്കൊല നടന്ന സ്ഥലത്ത് പോകുമ്പോഴാണ് ഈ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഈ ജാപ്പനീസ് ആൾക്കാർ എത്രത്തോളം ക്രൂരന്മാരായിരുന്നു. വിശ്വസിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ പൊളൈറ്റ്നസ് വാരി വിതറുന്ന ആൾക്കാരാണ്. നമ്മുടെ സുരേഷ് പിള്ളയുടെ ഷെഫ് പിള്ളയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിനയം വാരി വിതറുക എന്ന് പറയുന്നത്. അപ്പോ അതേപോലെ ഇവർ ക്രൂരന്മാരായിരുന്നു. അമേരിക്ക അണുബോംബ് വിട്ടതോടുകൂടി ഇവര് നല്ല ഉള്ളയായി. ഇപ്പൊ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരായി. സോ പീപ്പിൾ ക്യാൻ ചേഞ്ച്, തിങ്സ് ക്യാൻ ചേഞ്ച്. അതിനുശേഷം അവർ ആ രാജ്യം വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് അവരുടെ ഡിറ്റർമിനേഷനും വിൽ പവറും ഒക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, യു കം ബാക്ക്. അതെ, അപ്പോൾ ഈ ജനസൈഡ് മ്യൂസിയത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ധാരാളം ഉണ്ട്. പക്ഷേ ഇതിലൊരു മുറി എന്ന് പറയുന്നത് ചിൽഡ്രൻസ് റൂം എന്ന് പറയുന്ന മുറിയാണ്. അപ്പോൾ ചിൽഡ്രൻസ് റൂമിൽ ഇങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുടെ ഫോട്ടോഗ്രാഫ് ഇങ്ങനെ നൂലിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഇതുപോലൊരു മുറി. ഈ ഓരോ ചിത്രത്തിൻ്റെ പുറകിൽ അവരെഴുതിയിരിക്കുന്നത് കുട്ടിയുടെ പേര്, കുട്ടിയുടെ വിളിപ്പേര്, കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്, ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്, എങ്ങനെയാണ് ഈ കുട്ടി മരിച്ചത്. എന്നിട്ട് അപ്പോൾ ഈ ഓരോ കുട്ടികളും മരിക്കുന്ന ഒരാളെ ഒരു വാക്കത്തേക്ക് കഴുത്തിന് വെട്ടിയിട്ടായിരിക്കാം, ഒരിക്കൽ ചുമരിനടിച്ചു കൊന്നതായിരിക്കാം, അത് അല്ലെങ്കിൽ വെടിവെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 എണ്ണം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ദെൻ യു സ്റ്റാർട്ട് ടു ഫീൽ മൈ ഗോഡ്, യു റിയലി ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദ റൂം. കാര്യം ബ്യൂട്ടിഫുൾ സ്മൈലിംഗ് ചിൽഡ്രൻ ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ലോകം കൂടി നമ്മളുടെ ചുറ്റുമുണ്ട്. അത് 1994 എന്ന് പറയുന്ന ചരിത്രാതീത കാലമൊന്നുമല്ല, വളരെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും നമ്മുടെ കൺമുമ്പിലുള്ളൊരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. സോ അതുപോലത്തെ സംഭവം പാലസ്തീനിലും തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ ഇപ്പോൾ കണ്ടത്. അതാണല്ലോ ഏറ്റവും നമ്മളുടെ കൺമുമ്പിലാണത് കണ്ടത്. വളരെ വളരെ അൺഫോർച്ചുനേറ്റ്. അതുപോലെ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. അതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഈ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതും പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പോൾ ചരിത്രത്തിലെ പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം ചില രാജ്യങ്ങൾ അതിനെ അക്നോളജ് ചെയ്യും, ചില രാജ്യങ്ങൾ അതിനെ അക്നോളജ് ചെയ്യില്ല.